വിഷു റിലീസായി തിയേറ്ററുകളിലെത്തിയ ഡബിൾസ് എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീ സോഹൻ സിനുലാൽ ഫോറം കേരളത്തോട് സംസാരിക്കുന്നു. നമസ്കാരം ശ്രീ സോഹൻ, ഫോറം കേരളത്തിന് ഇൻഡോറിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡബിൾസ് എന്ന ചിത്രം പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയിട്ട് ഒരാഴ്ചയാകുന്നു. ചിത്രത്തിന് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന പ്രതികരണങ്ങൾ എങ്ങനെയുള്ളതാണ്? നമ്മള് തുടക്കത്തിൽ ചെറിയ ആശങ്കകളുണ്ടായിരുന്നു. കാരണം വലിയ ചിത്രങ്ങളോടാണ് ഞങ്ങൾക്ക് മത്സരിക്കേണ്ടി വന്നത്. നമ്മുടെ ചെറിയ ചിത്രം എന്നുള്ളതല്ല, പല വമ്പൻ ചിത്രങ്ങളും ഓപ്പോസിറ്റ് ആയിട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ തുടക്കത്തിൽ ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് കുടുംബ പ്രേക്ഷകർക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ് എന്നതുകൊണ്ട് പിന്നീട് കുടുംബ പ്രേക്ഷകരുടെയും യുവാക്കളുടെയും എല്ലാം ഒരു നല്ല ഒരു പങ്കാളിത്തം ഉണ്ടാവുകയും നമ്മൾ പിക്കപ്പായി ഇപ്പൊ നല്ല രീതിയിൽ സേഫായിട്ട് സ്റ്റഡിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ചിത്രത്തിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എങ്ങനെയാണ്? ചിത്രം ഹിറ്റ് ആകുമെന്ന് താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ? കാരണം വെക്കേഷന് മറ്റ് ചിത്രങ്ങളെക്കാൾ എന്റർടൈനർ നമ്മുടെ ചിത്രമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എനിക്ക് റിപ്പോർട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ ഒരു മൗത്ത് പബ്ലിസിറ്റി ഉണ്ട്. ഉള്ളതിൽ നല്ല ചിത്രം ഡബിൾസ് തന്നെയാണ്. നല്ലൊരു എന്റർടൈനറാണ്. മമ്മൂക്കയും നദിയയുടെയൊക്കെ ഒരു കെമിസ്ട്രി, അതെല്ലാം ജനങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. കോമഡിയും എല്ലാം ജനങ്ങൾ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ വളരെ സന്തോഷത്തോടു കൂടിയിട്ടുള്ള ഒരവസ്ഥയാണ്. ചിത്രത്തിന്റെ ഓൺലൈൻ റിവ്യൂസ് ഒക്കെ പലതും ഒരുപക്ഷെ കൂടുതലും നെഗറ്റീവായിട്ടാണ് ആദ്യ ദിവസങ്ങളിൽ വന്നത്. ഇത്തരം റിവ്യൂസ് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്തരം റിവ്യൂസ് എല്ലാം തന്നെ ഞാൻ ശ്രദ്ധിച്ചതാണ്. കാരണം ഇപ്പോ ഓരോ റിവ്യൂസും ഫാൻസ് മെയ്ഡ് റിവ്യൂസുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഓരോ വെബ്സൈറ്റുകളുടെയും ഒക്കെ അവരുടെ അഭിപ്രായങ്ങളാണ് ആ രീതിയിൽ ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഡബിൾസിനെ പറ്റിയിട്ട് വേണമെങ്കിൽ കുറെ നല്ല റിവ്യൂസ് എഴുതാം. വേണമെങ്കിൽ ഇതൊക്കെ നമ്മുടെ നിലവിലുള്ള ഇപ്പോഴത്തെ ഓൺലൈൻ റിവ്യൂസിനൊക്കെ ആ രീതിയിലുള്ള ഒരു ക്രെഡിബിലിറ്റിയെ ജനങ്ങൾ കൊടുക്കുന്നുള്ളൂ. കാരണം എല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റാത്തതാണ്. എന്റെ ചിത്രത്തെ പറ്റിയിട്ട് നല്ലത് എഴുതിയിരിക്കുന്നത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലും ആണ്. അതും ഞാൻ വായിച്ചു. അപ്പോൾ താങ്കൾ പറയുന്നത് ഈ നെഗറ്റീവായിട്ട് വന്ന അഭിപ്രായ പ്രകടനങ്ങൾ അല്ല, പ്രേക്ഷകർ തിയേറ്ററുകളിൽ നിന്ന് ഇറങ്ങുന്ന പ്രേക്ഷകർക്ക് വ്യത്യസ്തമായ അഭിപ്രായം ആണ് ഉള്ളത്. ചിത്രം ഒരു വിജയത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് താങ്കൾ പറയുന്നത്. കാരണം വളരെ നിരീക്ഷണത്തോടുകൂടി അല്ലെങ്കിൽ വളരെ കൃത്യത നടത്തി വിലയിരുത്തേണ്ട ഒരു ചിത്രം എന്നതിനേക്കാൾ ഉപരി ഒരു നല്ല എന്റർടൈനർ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ ചിത്രം ഒരുക്കിയിട്ടുള്ളത്. കാരണം സാധാരണക്കാരായ സ്ത്രീകൾക്കും ജനങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനുള്ള ചേരുവകളാണ് ഈ ചിത്രത്തിൽ ചേർത്തിട്ടുള്ളത്. അപ്പോ നമ്മളുടെ സത്യസന്ധമായും പല സിനിമാ നിരൂപകർക്കൊക്കെ ഈ ചിത്രം ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള ചിത്രമല്ല ഇത്. ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് 2-2.25 മണിക്കൂർ ഇരുന്ന് തിയേറ്ററിൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു ചിത്രമാണ്. ഇപ്പോ ഇതൊരു അവാർഡ് ചിത്രമല്ല. മമ്മൂട്ടിയെ പോലെ പ്രതിഭാധനനായ ഒരു നടന്റെ ഡേറ്റ് ലഭിച്ചിട്ട് അദ്ദേഹത്തിന്റെ താരമൂല്യം അല്ലെങ്കിൽ അദ്ദേഹത്തിലെ നടനെ ആരാധിക്കുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ചിത്രം, ഇതിനൊക്കെ അപ്പുറത്ത് ഒരു സംവിധായകൻ എന്ന നിലയിൽ താങ്കൾക്ക് സംതൃപ്തി നൽകുന്ന ഒരു ചിത്രം ഒരുക്കുവാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു സ്വയം വിലയിരുത്തൽ എങ്ങനെയാണ്? പൂർണ്ണമായും സംതൃപ്തി ഒരു കലാകാരന് ലഭിക്കില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. എനിക്ക് എന്റെ ഫസ്റ്റ് സിനിമ എന്നുള്ള നിലയിൽ എന്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള പരമാവധി നന്നാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചിത്രം കണ്ട പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുള്ള അഭിപ്രായങ്ങൾ ഇതിലൂടെ എനിക്ക് വ്യക്തമാകുന്നത്. താങ്കളുടെ അഭിപ്രായത്തിൽ ഒരു നല്ല സിനിമ എന്നത് എന്താണ്? താങ്കളുടെ ഒരു നിർവചനം എന്താണ്? നല്ല സിനിമയെ പറ്റി താങ്കളുടെ ഒരു സങ്കല്പം എന്താണ്? പ്രേക്ഷകരുടെ മനസ്സിലാണ് ഏതാണ് നല്ലത് ഏതാണ് എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടാകേണ്ടത്.
ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏത് ഫിലിം മേക്കർ ആയാലും അയാളുടെ സിനിമകളെല്ലാം തന്നെ നല്ലതാണെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഒരു ചിത്രം ഉണ്ടാക്കിയത്. ഈ ചിത്രം മോശമാണ് എന്ന് കരുതിയിട്ട് ആരും തന്നെ ചിത്രം ഉണ്ടാക്കുന്നില്ല. പിന്നെ കാണുന്ന പ്രേക്ഷകനാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് പ്രേക്ഷകരുടെ അഭിപ്രായമാണ് വരുന്നത്. അവര് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതാണ് എന്റെ സന്തോഷം. മലയാള സിനിമയിൽ അടുത്ത കാലത്തായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഈ സിനിമകളിൽ സൂപ്പർ താരങ്ങളുടെ അമിതമായ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. താങ്കളുടെ ഒരു അനുഭവം വെച്ചിട്ട് ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എന്റെ ചിത്രത്തിലെ സൂപ്പർ താരത്തിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ, ഈ ചിത്രം നിർമ്മിക്കാനായി, ഈ ചിത്രം നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനായി എനിക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും ഊർജവും എനിക്ക് തന്ന സപ്പോർട്ടാണ് ഈ ചിത്രത്തിന്റെ അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ നായകനായ ശ്രീ മമ്മൂക്ക തന്നിട്ടുള്ളത്. ആ രീതിയിലുള്ള ഒരു ഇടപെടലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ മലയാള സിനിമയിൽ പ്രതിഭാധനരായ സംവിധായകരുടെ അല്ലെങ്കിൽ എഴുത്തുകാരുടെ അഭാവം ഉണ്ട്. സിനിമയുടെ മൊത്തത്തിലുള്ള നിലവാര തകർച്ചയ്ക്ക് ഒരു പ്രധാന കാരണം അതാണെന്നുള്ള നിലയിലുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. താങ്കൾക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഓരോ സിനിമയ്ക്കും ഓരോ രീതിയിലുള്ള നിലവാരമാണ്. അല്ലെങ്കിൽ നമ്മൾ സിനിമ കണ്ട് വിലയിരുത്തുന്നത് ഇത് ആ കാറ്റഗറിയിലുള്ള ചിത്രമാണ്, ഇത് ഈ കാറ്റഗറിയിലുള്ള ചിത്രമാണ് എന്ന് നമ്മൾ വിലയിരുത്താറുണ്ട്. ഞാനടക്കമുള്ള സിനിമ കാണുന്ന നമ്മളെല്ലാവരും വിലയിരുത്താറുണ്ട്. പ്രതിഭാധനരായ ചലച്ചിത്ര പ്രവർത്തകർ ഇന്നും ഉള്ളത് കൊണ്ടാണ് ഈ കൊച്ചു കേരളത്തിൽ ഹിറ്റുകൾ ഉണ്ടാവുന്നതും അവാർഡുകൾ വാങ്ങിക്കൂട്ടുന്നതും എല്ലാം. പക്ഷെ മാറുന്ന സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് സിനിമയിലും സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഞാനത് ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളുടെ ഭക്ഷണ രീതിയിൽ ഉണ്ടായ മാറ്റം, നമ്മളുടെ വസ്ത്ര രീതിയിൽ ഉണ്ടായ മാറ്റം. നമ്മൾക്കറിയാം, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പല നല്ല ഭക്ഷണങ്ങളും നല്ല പച്ചക്കറികളും നമുക്ക് ഇന്ന് കിട്ടുന്നില്ല. ഇന്നത്തെ മാറിയ സാഹചര്യങ്ങൾ നമ്മൾ പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ അതിന് ചില നന്മകളുണ്ട്. അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായി അല്ലെങ്കിൽ കാലഘട്ടം ആവശ്യപ്പെടുന്ന രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ചിട്ടുള്ള വസ്ത്രധാരണത്തിലുള്ള മാറ്റം, ഇതെല്ലാം അനുസരിച്ചിട്ടുള്ള മാറ്റം സ്വാഭാവികമായിട്ടും സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാനടക്കമുള്ള സിനിമാ പ്രവർത്തകർ നമ്മളുടെ പൂർവികരായ നമ്മുടെ ഗുരുക്കന്മാരെ കാണുന്ന പല പ്രതിഭാധനരായ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന്റെയും സംവിധായകരുടെയും സിനിമ കണ്ട് ഇൻസ്പയർ ചെയ്തിട്ടാണ് സിനിമയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. നമ്മളുടെ ആഗ്രഹം ആ രീതിയിലുള്ള ഒരു ചിത്രം നിർമ്മിക്കണം അല്ലെങ്കിൽ സംവിധാനം ചെയ്യണം എന്നൊക്കെയാണ്. പക്ഷെ നമ്മളുടെ കാലഘട്ടം, അത് പ്രേക്ഷകരുടെ കുറ്റമല്ല, ഒരു സിനിമാക്കാരുടെ കുറ്റവുമല്ല, മൊത്തത്തിലുള്ള നമ്മളുടെ കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യത എന്ന നിലയ്ക്കാണ് നമ്മൾക്ക് പലപ്പോഴും പല രീതിയിലുള്ള സിനിമകൾ ആലോചിക്കേണ്ടി വരുന്നത്. ഇപ്പൊ തന്നെ പ്രാഞ്ചിയേട്ടൻ പോലെയുള്ള, ട്രാഫിക് പോലെയുള്ള നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിലുള്ള ചുവടുവയ്പ്പുകൾക്കും നമ്മുടെ പ്രേക്ഷകർ അംഗീകാരം കൊടുക്കുന്നുണ്ട്. എന്റെ ചിത്രം എന്ന് പറയുന്നത്, ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രേക്ഷകർക്ക് തിയേറ്ററിൽ വന്ന് ചിരിച്ച് ഉല്ലസിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു എന്റർടൈനർ ആയിട്ടാണ്. ആ രീതിയിലുള്ള ഒരു ചിത്രമായിട്ട് ഞാൻ എന്റെ ചിത്രത്തെ കാണുന്നില്ല. അതിന് നല്ല ചിത്രമെന്നോ മോശം ചിത്രമെന്നോ കണ്ടിട്ട് നിങ്ങൾക്ക് വിലയിരുത്താവുന്ന. ഡബിൾസിനെ കുറിച്ച് ഒരു ചോദ്യം കൂടി. ഡബിൾസിന്റെ മൊത്തം നിർമ്മാണ ചെലവ് എത്രയാണ്? റൈറ്റ്സ് വഴിയൊക്കെ ചിത്രം എത്രത്തോളം ബിസിനസ് നേടിയിട്ടുണ്ട്? അതിനെക്കുറിച്ചൊന്ന് പറയാം. അത് ബിസിനസ് സീക്രട്ടാണ്. ഓക്കെ. ഇപ്പോൾ ഡബിൾസ് റിലീസ് ചെയ്തിട്ട് അധികം ദിവസങ്ങളാകുന്നില്ല എങ്കിലും പുതിയ ഏതെങ്കിലും പ്രൊജക്ടുകളെ പറ്റിയിട്ട് ഇപ്പോൾ താങ്കളുടെ ചിന്തയിലുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് പറയാം. ഡബിൾസ് എന്റെ ആദ്യ ചിത്രമാണ്. എനിക്ക് ഇനിയും മലയാളത്തിൽ ചിത്രങ്ങൾ ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള പല ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഇപ്പോ അനൗൺസ് ചെയ്യാനും ആയിട്ടുള്ളത് ഇപ്പോ അടുത്തത് ഏത് ചിത്രമാണെന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ അനൗൺസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോ ഫുൾ ആൻഡ് ഫുള്ളി ഡബിൾസിന്റെ പ്രൊമോഷൻ വർക്കും ഡബിൾസിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻവോൾവ് ആണ്. എന്റെ മനസ്സിൽ നിന്ന് ഡബിൾസ് പോയിട്ടില്ല. അതിന്റെ പ്രേക്ഷക റെസ്പോൺസും എല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ അടുത്ത പ്രൊജക്റ്റിലേക്ക് കയറുന്നുള്ളൂ. നേരത്തെ ചോദിക്കാൻ വിട്ടുപോയ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ ഡബിൾസ് എന്ന ചിത്രം റിലീസ് ചെയ്തതിനു ശേഷം ശ്രീ മമ്മൂട്ടി താങ്കളുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം എന്താണ് ചിത്രത്തിന്റെ റിലീസിന് ശേഷം താങ്കളോട് പറഞ്ഞത്? ഈ ചിത്രത്തിന്റെ റിലീസിംഗ് സമയത്ത് മമ്മൂക്ക
ലണ്ടനിലാണ്. അപ്പോ നമ്മൾക്ക് ഇവിടെ രാത്രിയും അവിടെ പകലൊക്കെ ആയിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ അദ്ദേഹം പുറപ്പെടുന്നതിന് മുൻപ് തിരുവനന്തപുരത്ത് ഷോ കഴിഞ്ഞിട്ട് 9 മണിക്ക് അവിടെ ഷോ തുടങ്ങി. അപ്പോ ഏതാണ്ട് 12 മണിയോടുകൂടി അദ്ദേഹം ദുബായിൽ നിന്ന് ആണ് ലണ്ടനിലേക്ക് പോകുന്നത്. ആ ഗ്യാപ്പിലാണ് എന്നെ വിളിക്കുകയും ചിത്രത്തിന്റെ പ്രേക്ഷകരുടെ നല്ല റെസ്പോൺസിനെ പറ്റി ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ബാക്കി വന്നിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി യാത്രയായത്. വളരെയധികം നന്ദി ഫോറം കേരളത്തോട് ഇത്ര നേരം സംസാരിച്ചതിന്. ഒരുപക്ഷെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഓൺലൈൻ റിവ്യൂസ് ഒക്കെ അല്പം നെഗറ്റീവായിട്ട് വന്നെങ്കിലും പ്രേക്ഷകർ ഈ ചിത്രത്തെ സ്വീകരിക്കട്ടെ, ചിത്രം ഒരു വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്കൾക്ക് പുതിയ ചിത്രങ്ങൾ, ഒരുപക്ഷെ ഇതിനേക്കാൾ നല്ല ചിത്രങ്ങൾ ഇനിയും സംവിധാനം ചെയ്യുവാനും ആ ചിത്രങ്ങളൊക്കെ വലിയ വിജയങ്ങളായി മാറുവാനും കഴിയട്ടെ എന്നും ഫോറം കേരളത്തിന് വേണ്ടി ആശംസിക്കുന്നു. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ പ്രേക്ഷകർ തന്നിട്ടുള്ള സപ്പോർട്ടിന് നന്ദി പറയുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ചിത്രം നമ്മൾ നല്ല ചിത്രങ്ങൾ എന്റർടൈനർ എന്നുള്ള ഒരു ചർച്ച വന്നതുകൊണ്ട് മാത്രം പറയുകയാണ്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. അപ്പോ ഈ ചിത്രം ഒരു നന്മയുടെ സ്നേഹത്തിന്റെ കഥയാണ് പറയുന്നത്. ഒരു രീതിയിലും പ്രേക്ഷകരെ ഒരു കൊമേഴ്ഷ്യൽ പടത്തിന്റെ എല്ലാ സ്വാതന്ത്ര്യവും എടുത്തുകൊണ്ട് ആക്രമണത്തിന്റെയോ അല്ലെങ്കിൽ കൊലപാതകത്തിന്റെയോ ഒക്കെ വഴിയിലൂടെ പോകുന്നില്ല. മദ്യപാനത്തിന് എതിരായിട്ടുള്ള ഒരു മെസ്സേജ് നമ്മൾ നൽകുന്നുണ്ട്. പിന്നെ റോഡ് ആക്സിഡന്റിൽ പെട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മളാൽ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജ് ഈ ചിത്രത്തിലൂടെ നൽകുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കൊമേഴ്ഷ്യൽ ചിത്രത്തിന്റെ ബേസിൽ നിന്നുകൊണ്ടാണെങ്കിലും നമ്മൾക്ക് സമൂഹത്തോടുള്ള ചെറിയ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. ആ രീതിയിൽ ഒരു സംതൃപ്തിയും എനിക്ക് ഈ ചിത്രത്തിലൂടെ ഉണ്ട്. വളരെയധികം താങ്ക് യു സോഹൻ.